ഗുഡ് മോർണിംഗ് ടു വൺ ആൻഡ് ഓൾ. അപ്പോൾ ഇന്ന് നമ്മൾ നാലാമത്തെ മൊഡ്യൂളിൻ്റെ അവസാന ഭാഗത്തേക്കാണ് കടക്കുന്നത്. അതായത് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന ടൈപ്സ് ഓഫ് ഇ ഗവേണൻസ് ആണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്താണ് ഇ ഗവേണൻസ് എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അതായത് ഇൻഫർമേഷൻ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജിയുടെ സഹായത്തോടെ ഒരു രാജ്യത്തുള്ള സിറ്റിസണ്, ഒരു രാജ്യത്തെ പൗരന്മാർക്ക് ബെറ്റർ സർവീസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ഇ ഗവേണൻസിൻ്റെ പ്രാഥമിക ലക്ഷ്യം എന്ന് പറയുന്നത്. സോ ഇനി നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇ ഗവേണൻസിൻ്റെ ക്ലാസിഫിക്കേഷനാണ്. അതായത് ഇ ഗവേണൻസിനെ നമുക്ക് നാലായിട്ട് തരംതിരിക്കാം. സോ ഈ ക്ലാസിഫിക്കേഷൻ ഒന്ന് പരിശോധിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇതിനു മുമ്പ് കേട്ട ക്ലാസിഫിക്കേഷൻ ആയിരിക്കും, എന്നാൽ നമുക്കൊന്ന് നോക്കാം. ഫസ്റ്റ് വൺ G2C ആണ്, അതായത് ഗവൺമെൻറ് ടു സിറ്റിസൺ. സെക്കൻഡ് G2E ഗവൺമെൻറ് ടു എംപ്ലോയീസ്. തേർഡ് G2B ഗവൺമെൻറ് ടു ബിസിനസ്. ഫോർത്ത് G2G ഗവൺമെൻറ് ടു ഗവൺമെൻറ്. സോ ഇങ്ങനെയാണ് നമ്മൾ ഇ ഗവേണൻസിനെ ക്ലാസിഫൈ ചെയ്യുന്നത്. ഓൾവേസ് സർവീസ് പ്രൊവൈഡേഴ്സ് എന്ന് പറയുന്നത് ഗവൺമെൻറ് ആണ്. ആദ്യത്തേത് ഗവൺമെൻറ് ടു സിറ്റിസൺ, രണ്ടാമത്തേത് ഗവൺമെൻറ് ടു എംപ്ലോയീസ്, മൂന്നാമത്തേത് ഗവൺമെൻറ് ടു ബിസിനസ്, നാലാമത്തേത് ഗവൺമെൻറ് ടു ഗവൺമെൻറ്. സോ ഈ ഒരു ക്ലാസിഫിക്കേഷൻ നിങ്ങൾ എന്ത് ചെയ്യുക, ഓർമ്മിക്കുക. ഈ ഒരു ഗവൺമെൻറ് അല്ലെങ്കിൽ ഇ ഗവേണൻസിൻ്റെ ഇൻട്രാക്ഷൻ ഇവിടെ തന്നിട്ടുണ്ട്, അതെങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് തന്നിട്ടുണ്ട്. സോ നടുവുള്ള സെൻട്രൽ ഗവൺമെൻറ് ലോക്കൽ ഗവൺമെൻറ്റുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു, അതാണ് ഗവൺമെൻറ് ടു ഗവൺമെൻറ് G2G. അവിടുന്ന് ബിസിനസ് ആൻഡ് NGO നോൺ ഗവൺമെൻറ് ഓർഗനൈസേഷൻ, പിന്നീട് സിറ്റിസൺ, എംപ്ലോയീസ്. സോ ഇങ്ങനെയാണ് ഇൻട്രാക്ഷൻ നടക്കുന്നത്. ഈ ഒരു ഗ്രാഫ് എന്ത് ചെയ്യുക, നിങ്ങൾ ഓർമ്മിക്കുക. നമുക്ക് ആദ്യത്തെ ക്ലാസിഫിക്കേഷൻ ഗവൺമെൻറ് ടു സിറ്റിസൺ ഒന്ന് പരിശോധിച്ച് നോക്കാം. ഞാൻ നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു, അതായത് ഈ ഒരു ഇ കൊമേഴ്സിൻ്റെ പ്രാഥമിക ലക്ഷ്യമെന്ന് പറയുന്നത് ഒരു രാജ്യത്തുള്ള പൗരന്മാർക്ക് കൃത്യമായ രീതിയിൽ ഇൻഫർമേഷൻസും സർവീസും പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. സോ ഗവൺമെൻറ് ടു സിറ്റിസണിൽ പറയുന്നത് ബേസിക് സിറ്റിസൺ സർവീസ് സച്ച് ആസ് ഓൺലൈൻ രജിസ്ട്രേഷൻ ഓഫ് ബർത്ത്, ഡെത്ത്, മാരേജ് സർട്ടിഫിക്കറ്റ്സ്. സോ ഈ ഒരു G2Cയിൽ പ്രധാനമായും വരുന്നത്, അതായത് നമ്മുടെ ബേസിക് സർവീസസ്, നമ്മുടെ ജനന രജിസ്ട്രേഷൻ, മരണ രജിസ്ട്രേഷൻ. നമ്മളിപ്പോൾ ജനിച്ചാലും മരിച്ചാലും ഗവൺമെൻറ് ഓഫീസുകളിൽ ഇതിൻ്റെ രജിസ്റ്റർ ചെയ്യുന്നുണ്ട്. സോ അങ്ങനെയുള്ള രജിസ്ട്രേഷൻ, ഇതുമായിട്ട് ബന്ധപ്പെട്ട സർവീസൊക്കെ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് ഒക്കെ ഈ ഒരു G2C സർവീസിന് ഉദാഹരണങ്ങളാണ്. പിന്നെ രണ്ടാമത് ഹെൽത്ത് കെയർ, എഡ്യൂക്കേഷൻ സർവീസസ്, ഫയലിംഗ് ഓഫ് ഇൻകം ടാക്സസ്, നാഷണൽ പോർട്ടൽ ഓഫ് ഇന്ത്യ, ഇന്ത്യ ഗവൺമെൻറ് തുടങ്ങിയ സർവീസൊക്കെ ഒരു പൗരൻ അല്ലെങ്കിൽ ഒരു സിറ്റിസൺ എന്നുള്ള നിലയ്ക്ക് നമുക്ക് ആക്സസ് ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അതിനെ G2C ക്ലാസിഫിക്കേഷനിലാണ് അത് വരുന്നത്. സോ ആദ്യത്തെ ക്ലാസിഫിക്കേഷൻ ഗവൺമെൻറ് ടു സിറ്റിസൺ ആണ്, അതായത് ഒരു പൗരൻ എന്നുള്ള നിലയ്ക്ക് നമുക്ക് ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ നിന്ന് കിട്ടുന്ന എല്ലാ സർവീസുകളും, ഉദാഹരണമായിട്ട് പറഞ്ഞത് ജനന രജിസ്ട്രേഷൻ, മരണ രജിസ്ട്രേഷൻ, ഹെൽത്ത് കെയർ അതായത് ഹെൽത്ത് ഇൻഷുറൻസ്, ഫയലിംഗ് ഓഫ് ഇൻകം ടാക്സ് തുടങ്ങിയവ ഈ ഒരു G2Cയിൽ വരുന്നുണ്ട്. രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ വരുന്നത് G2B ആണ്, അതായത് ഗവൺമെൻറ് ടു ബിസിനസ്. ഈ ഒരു ഗവൺമെൻറ് എന്തൊക്കെ സർവീസുകളാണ് ബിസിനസ്സിന് നൽകുന്നത്? ഡിസമിനേഷൻ ഓഫ് പോളിസീസ്, മെമ്മോസ് എക്സെട്ര, ഗവൺമെൻറ് റൂൾസ് ആൻഡ് റെഗുലേഷൻ, ബിസിനസ് ഇൻഫർമേഷൻ. അതായത് ഗവൺമെൻറ് എങ്ങനെയാണ് ഗവൺമെൻറ് പോളിസീസും റൂൾസുകളും ബിസിനസ്സിലേക്ക് എത്തിക്കുന്നത്, അതെങ്ങനെയാണ് ഡിസമിനേറ്റ് ചെയ്യുന്നത്. അതായത് ഡിസമിനേറ്റ് ചെയ്യുന്നതെന്നുള്ള കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഗവൺമെൻറ് ഇഷ്യൂ ചെയ്യുന്ന പോളിസീസ് എങ്ങനെയാണ് ബിസിനസ്സിലേക്ക് എത്തുന്നത്, അതെങ്ങനെയാണ് അവിടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യപ്പെടുന്നത്. പിന്നെ ബിസിനസ് പോർട്ടൽ ഓഫ് ഇന്ത്യ തുടങ്ങിയ കാര്യങ്ങൾ B2C സർവീസുകൾക്ക്, അല്ലെങ്കിൽ B2C അല്ല, G2B ഗവൺമെൻറ് ടു ബിസിനസ് സർവീസുകൾക്ക് ഉദാഹരണങ്ങളാണ്. മൂന്നാമത്തേത് G2E ആണ്, ഗവൺമെൻറ് ടു എംപ്ലോയീസ്. G2Eയിൽ വരുന്നത് ഓൺലൈൻ കോൺഫറൻസ് ഫോർ എംപ്ലോയീസ്, ഓൺലൈൻ ട്രെയിനിങ്, എംപ്ലോയ്മെൻറ്റ് ഇൻഫർമേഷൻ തുടങ്ങിയ കാര്യങ്ങളാണ്. അതായത് ഗവൺമെൻറ് ടു എംപ്ലോയീസ്, ഈ ഒരു എംപ്ലോയീസിൻ്റെ ഗവൺമെൻറ് എംപ്ലോയീസിൻ്റെ കോൺഫറൻസ്, ഓൺലൈൻ ട്രെയിനിങ് തുടങ്ങിയ കാര്യങ്ങൾ G2Eയിൽ വരുന്നു. ലാസ്റ്റ് G2G ആണ്, അതായത് G2G കൊണ്ട് ഉദ്ദേശിക്കുന്നത് നേരത്തെ ഗ്രാഫ് ഒന്ന് ഓർമ്മിച്ച് കഴിഞ്ഞാൽ സെൻട്രൽ ഗവൺമെൻറ് സ്റ്റേറ്റ് ഗവൺമെൻറ്റുമായിട്ടും സ്റ്റേറ്റ് ഗവൺമെൻറ് അതിന് താഴെയുള്ള തദ്ദേശ വകുപ്പുകളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. സോ അതാണ് G2Gയിൽ വരുന്നത്.
G2Gയിൽ ഉൾക്കൊള്ളുന്നത് ഇറ്റ് ഇൻക്ലൂഡ് സ്റ്റേറ്റ് ഗവൺമെൻറ് സ്കീംസ് ഇനിഷ്യേറ്റീവ് ഗവൺമെൻറ് സ്റ്റാൻഡേർഡ് പോർട്ടൽ ഇന്ത്യ. അപ്പോൾ പറഞ്ഞ കാര്യം ഇത്രയേ ഉള്ളൂ. സെൻട്രൽ ഗവൺമെൻറ് സ്റ്റേറ്റ് ഗവൺമെൻറ് അതിന് താഴെയുള്ള ഗവൺമെൻറ്റുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. സോ അതാണ് ഇവിടെ G2G കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. സോ നമ്മളിപ്പോൾ ചർച്ച ചെയ്ത് ടൈപ്സ് ഓഫ് ഇ ഗവേണൻസ് ആയിരുന്നു. ഫസ്റ്റ് G2C, ഗവൺമെൻറ് ടു സിറ്റിസൺ, അതായത് ഒരു പൗരന് കൊടുക്കുന്ന എല്ലാ ബേസിക് സർവീസും ഇതിൽ വരുന്നുണ്ട്. പിന്നീട് വരുന്നത് G2E, ഗവൺമെൻറ് ടു എംപ്ലോയീസ്. പിന്നെ G2B, ഗവൺമെൻറ് ടു ബിസിനസ്. ലാസ്റ്റ് വൺ ഗവൺമെൻറ് ടു ഗവൺമെൻറ്, G2Gയിൽ വരുന്നത് സെൻട്രൽ ഗവൺമെൻറ്റും സ്റ്റേറ്റ് ഗവൺമെൻറ്റും അതിന് താഴെയുള്ള തദ്ദേശ ഗവൺമെൻറ്റുകളും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ സിസ്റ്റമാണ്. ഇനി നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇ ഗവേണൻസ് ഇനീഷ്യേറ്റീവ്സ് ഇൻ ഇന്ത്യയാണ്. സോ ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യത്ത് ഈ ഒരു ഇ ഗവേണൻസ് മെക്കാനിസത്തിലേക്ക് എത്താൻ എന്തൊക്കെ കടമ്പകൾ കടന്നിട്ടുണ്ട് എന്നുള്ളതാണ് ചോദ്യം. ഫസ്റ്റ് പോയിന്റ്, എ ലാർജ് നമ്പർ ഓഫ് ഇനീഷ്യേറ്റീവ് ഹാവ് ബീൻ undertaken by both central and state government to promote e-governance in this country. The establishment of the National Information Center NIC in 1977 was the first major steps towards e-governance in India. So 1977 NIC നാഷണൽ ഇൻഫോർമാറ്റിക് സെൻറ്റർ തുടങ്ങുന്നതോടുകൂടിയാണ് ഈ ഗവേണൻസ് മെക്കാനിസത്തിൽ ഇന്ത്യയിൽ തുടക്കം കുറിക്കുന്നത്. അതായത് ഈ ഗവേണൻസിൻ്റെ തുടക്കത്തിന് പ്രാധാന്യം വഹിച്ച ഒരു ഇൻസ്റ്റിറ്റ്യൂഷനായിരുന്നു നാഷണൽ ഇൻഫോർമാറ്റിക് സെൻറ്റർ NIC. 1977 NIC എന്ത് ചെയ്തത്, സ്ഥാപിതമായത്. ദ ഗവൺമെൻറ് അപ്രൂവ്ഡ് ദ നാഷണൽ ഗവൺമെൻറ് പ്ലാൻ NEGP കംപ്രൈസിംഗ് ഓഫ് 27 മിഷൻ മോഡ് പ്രൊജക്ട് ഓൺ 2006. 2006 മെയ് 18 ഗവൺമെൻറ്റിൻ്റെ നാഷണൽ ഇ ഗവേണൻസ് പ്ലാൻ എന്ത് ചെയ്യുകയാണ്, ആക്സെപ്റ്റ് ചെയ്യുകയാണ്. സോ ഇതിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് പദ്ധതികൾ, അതായത് ഈ ഒരു ഇ ഗവേണൻസിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് പദ്ധതികൾ ഇന്ത്യയിൽ വന്നിട്ടുണ്ട്. ഈ ഒരു പദ്ധതിക്ക് ഒരുപാട് ഉദാഹരണങ്ങൾ നിങ്ങൾ മിനിമം ഒരു 1-2 പദ്ധതിയെങ്കിലും മനസ്സിൽ ഓർമ്മിക്കുക. ആദ്യത്തെ ഇത് ഫ്രണ്ട്സ് ആണ്, ഫാസ്റ്റ് റിലയബിൾ ഇൻസ്റ്റൻറ്റ് എഫിഷ്യൻ നെറ്റ്വർക്ക് ദ ഡിസ്ട്രിബ്യൂഷൻ സർവീസ് പാർട്ട് ഓഫ് ദ കേരള IT മിഷൻ. അതായത് കേരള IT മിഷൻ ഈ ഒരു ബെറ്റർ സർവീസ് ഓഫ് ഇ ഗവേണൻസിന് വേണ്ടി നടപ്പിലാക്കിയൊരു പദ്ധതിയാണ് ഫ്രണ്ട്സ്. അതിൻ്റെ ഫുൾ ഫോം വരുന്നത് ഫാസ്റ്റ് റിലയബിൾ ഇൻസ്റ്റൻറ്റ് എഫിഷ്യൻ നെറ്റ്വർക്ക് ഫോർ ദ ഡിസ്ബേഴ്സ്മെൻറ്റ് ഓഫ് സർവീസ് ഈസ് പാർട്ട് ഓഫ് ദ കേരള IT മിഷൻ. ഫ്രണ്ട്സ് കൗണ്ടേഴ്സ് ഹാൻഡിൽ 100 ടൈപ്പ് ഓഫ് പേയ്മെൻറ്റ് ദാറ്റ് സിറ്റിസൺ ക്യാൻ മേക്ക് ലൈക്ക്. അതായത് പേയ്മെൻറ്റ് നടത്താൻ വേണ്ടിയിട്ട് കേരള ഗവൺമെൻറ് നടപ്പിലാക്കിയ ഒരു ഓൺലൈൻ പോർട്ടലാണ് ഈ ഒരു ഫ്രണ്ട്സ് എന്ന് പറയുന്നത്. അതായത് നമ്മളെല്ലാവരും കൃത്യമായിട്ട് ഇലക്ട്രിസിറ്റി, വാട്ടർ, റവന്യൂ പേയ്മെൻറ്റുകൾക്ക് ഈ ഒരു ഫ്രണ്ട്സ് എന്ന് പറഞ്ഞ ഈ ഒരു മെക്കാനിസം ഉപയോഗപ്പെടുത്തുന്നുണ്ട്. രണ്ടാമത്തേത് ഭൂമിയാണ്. കർണാടക ഗവൺമെൻറ്റാണ് ഭൂമി എന്ത് ചെയ്യുന്നത്, നടപ്പിലാക്കുന്നത്. ലാൻഡ് ഓണർഷിപ്പുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് ഈ ഒരു ഭൂമി മെക്കാനിസത്തിലൂടെ വരുന്നത്. നെക്സ്റ്റ് ഈ സേവയാണ്. ഇലക്ട്രോണിക് സേവ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇംപ്രൊവൈസ്ഡ് വെർഷൻ ഓഫ് ട്വിൻസ് പ്രോജക്റ്റിൻ്റെ ഇംപ്രൊവൈസ്ഡ് വേർഷനാണ്. അതായത് നമ്മൾ അക്ഷയ സെൻറ്റേഴ്സൊക്കെ കാണുന്നുണ്ടല്ലോ, അത് ഈ ഒരു ഇലക്ട്രോണിക് സേവ പോലെയുള്ള മെക്കാനിസത്തിനൊരു ഉദാഹരണമാണ്. സോ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു സർവീസ് ഇതിനു ശേഷവും കുറച്ച് പേരുകളുണ്ട്. ഇതൊക്കെ ഇന്ത്യയിൽ നടപ്പിലാക്കിയ ഇ ഗവേണൻസ് മെക്കാനിസവുമായി ബന്ധപ്പെട്ട് നടപ്പിലാക്കിയ പദ്ധതികളാണ്. നിങ്ങൾ പേരുകൾ നോട്ട് ചെയ്യുക, വിശദമായിട്ടുണ്ട്. ഇതിൽ ഏതെങ്കിലും 3, 4, 5 പേരുകൾ മനസ്സിൽ ഓർമ്മിച്ച് വെക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്, ചിലപ്പോൾ എക്സാമിൽ ചോദിക്കാം. സോ ഇതോടുകൂടി നമ്മൾ 4ാമത്തെ മൊഡ്യൂൾ കംപ്ലീറ്റ് ചെയ്തു. എന്തെങ്കിലും സംശയങ്ങളുള്ളവർ സോഷ്യോ സൈബർ ഇൻഫർമാറ്റിക്സ് എന്ന് പറഞ്ഞ മൊഡ്യൂളിൽ എന്തെങ്കിലും സംശയങ്ങളുള്ളവർ കൃത്യമായിട്ട് ചോദിച്ച് മനസ്സിലാക്കുക. താങ്ക് യു.